നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന അവയവകടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആലുവ ഡിവൈഎസ്പിക്ക് എ പ്രസാദിനാണ് അന്വേഷണ ചുമതല. എറണാകുളം റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിൽ 10 അംഗ സംഘം കേസ് അന്വേഷിക്കും. അതേസമയം അവയവ കച്ചവടത്തിന് ഇരയായവർ ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയോ എന്നതിൽ സ്ഥിരീകരണം ഇല്ലാതെ അന്വേഷണ സംഘം. നടന്നത് അവയവ കച്ചവടം മാത്രമോ എന്നതും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. വിവരങ്ങൾ നൽകുവാൻ സുധീഷ് ഗോപാലുണ്ട് നമ്മളോടൊപ്പം. സുധീഷ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആതിര, ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പുറത്തുവരുന്ന പ്രധാന വിവരം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും ഇത്തരത്തിൽ കുവൈറ്റ് വഴി ഇറാനിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നും ആളെ കടത്തി എന്നതാണ്. ഇത്തരത്തിൽ അവിടെ എത്തിയവർ അവയവദാനത്തിന് ഇരയായിട്ടില്ല എങ്കിൽ അത് തടയുന്നതിനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കേരള പോലീസ് 10 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അത് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആലുവ റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഇവർ ഏറ്റവും പ്രധാനമായും ഈ തരത്തിൽ സമ്പത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത്. സമ്പത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ 20 പേരെയാണ് വിദേശത്തേക്ക് ഇത്തരത്തിൽ അവയവ കച്ചവടത്തിന് വേണ്ടി കടത്തിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവരെ എല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ ഈ സമ്പത്തിൻ്റെ അക്കൗണ്ട് രേഖകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഇരയാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ മൊഴിയെടുത്തും ഇതിൽ വ്യക്തത വരുത്തേണ്ടതായുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കടത്തിയതായി പറയുന്ന ഷമീർ എന്ന യുവാവിൻ്റെ വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചത്. എന്നാൽ അത്തരത്തിൽ ഷമീറിനെ കടത്തിയിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തത വരുന്നതിനപ്പുറം ഇയാൾ ഇപ്പോൾ നാട്ടിലില്ല, ഇയാളെ കടത്തിയിട്ടുണ്ടെങ്കിൽ, ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നൊരു സ്ഥിരീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. സമാന രീതിയിൽ മറ്റ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായും ഹൈദരാബാദും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ കൂടുതൽ പേരെ എത്തിച്ചേക്കുന്നത്. എല്ലാവരും യുവാക്കളാണെന്നാണ് അറിയുന്നതും. അത്തരത്തിലുള്ളവരുടെ മേൽവിലാസങ്ങൾ കണ്ടെത്തി ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു മലയാളി ഇറാനിൽ ഇത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് സബിത്ത് അവിടെ ചെല്ലുമ്പോൾ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് അയാളുടെ ഒരു പേരും പോലീസിനോട് വെളിപ്പെടുത്തി. ഇതിലും സ്ഥിരീകരണം ആവശ്യമാണ്. ഹൈദരാബാദിലും ഇതുപോലെ, ഹൈദരാബാദിലാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഒരാളുള്ളതെന്നും സബിത്ത് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ ഇതിന് ഇറാനിലും കുവൈറ്റിലും മറ്റും എത്തി തെളിവുകൾ േണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം കേരള പോലീസിന് വലിയ ദുർഘടമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളും ഇത് സംബന്ധിച്ച അന്വേഷണം, പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഒരു അന്വേഷണമായി ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് അത്തരം ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലുള്ളത് കൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന ഒരു നിയന്ത്രണവും റൂറൽ എസ്പി അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മറ്റും നൽകിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ സബിത്തിനുള്ള അപേക്ഷ ഇന്ന് അങ്കമാലി കോടതി പരിഗണിക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്താൽ ഈ പോലീസിന്റെ അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും കൂടുതൽ വിവരങ്ങൾ ആരായും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാവും മുന്നോട്ടുള്ള അന്വേഷണം. ഇതിൽ ഏറ്റവും പ്രധാനമായും ആശങ്കയുണർത്തുന്നത് ഇത്തരത്തിൽ ഇറാനിലേക്ക് കടത്തപ്പെട്ടവർ മടങ്ങിയെത്തിയിട്ടുണ്ടോ, ഇതൊരു മനുഷ്യക്കടത്താണോ, തീവ്രവാദ ബന്ധമുള്ള മനുഷ്യക്കടത്താണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെ സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. ആതിര, സുധീഷ്, ഇപ്പോൾ ഈ അന്വേഷണം രാജ്യാന്തര മനുഷ്യക്കടത്ത് മാഫിയയിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിൽ നിന്ന് ഒരാൾ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ രഹസ്യ സ്വഭാവമുള്ള വിഷയമാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ അന്വേഷണ ഏജൻസികൾ എത്രത്തോളം തയ്യാറാകുന്നുണ്ട്? ഇത്തരത്തിൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷിക്കുന്നതിനുള്ള എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അവർ കൃത്യമായും ഇത്തരം കാര്യങ്ങൾ മുമ്പും ാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോൾ പിടിയിലായ സബിത്ത് തന്നെ 2019 മുതൽ ഇത്തരത്തിൽ അവയവ കച്ചവടത്തിന് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നതാണ് അറിയുന്നത്. അത്തരത്തിൽ ഉള്ള വിവരങ്ങൾ ഇതിൽ 20 പേരെ എന്ന പ്രാഥമികമായി പറഞ്ഞെങ്കിൽ പോലും അത് 30ഓളം പേരുടെ പട്ടികയും പിന്നീട് സബിത്ത് പറഞ്ഞതായാണ് അനൌദ്യോഗികമായ
വിവരം. ആ രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കടത്തിയത് കേവലം 20-ഓ 30-ഓ പേരെ ആവാൻ സാധ്യതയില്ല. ഏറെയും നല്ല മുഴുവൻ പേരും യുവാക്കളായതുകൊണ്ട് തന്നെ അതിൽ മറ്റ് ദുരൂഹതകളും ഉണരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ സബിത്തിന്റെ മൊഴിയിൽ പറയുന്നത് അവിടെ എത്തിച്ചു കഴിഞ്ഞ് അവിടെയുള്ള രോഗികളിൽ ആർക്കാണോ ഇത് യോജിച്ചത് അവരുടെ അവയവങ്ങൾ മുറിച്ചെടുക്കുന്നു. ആ രീതിയിലേ അല്ല സാധാരണ അവയവത്തിന്റെ ഇത് ബ്ലഡ് ഗ്രൂപ്പ് മുതൽ ഓരോ കാര്യങ്ങളും നോക്കി കൃത്യത വരുത്തിയതിന് ശേഷം മാത്രമാണ് അവരുടെ ശരീരത്തിന്റെ തൂക്കമടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ മാത്രമേ അവയവങ്ങൾ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സബിത്ത് പറയുന്നത് ആധികാരികമായി വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നത് ആണ് അന്വേഷണ സംഘത്തിന്റെയും ഒരു വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ 1 മാസത്തെ വിസിറ്റിംഗ് വിസയിലും മറ്റും എത്തുന്നവർക്ക് ഇത്തരത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അടിയന്തരമാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇല്ലെങ്കിൽ ഈ അവയവക്കടത്ത് മാഫിയയ്ക്ക് അത്രത്തോളം വലിയ സ്വാധീനം അവിടുത്തെ എംബസിയിലടക്കം ഇല്ലെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിലുണ്ട് എന്ന ഒരു ധാരണയിലെത്തേണ്ടി വരും. എന്തു തന്നെയായാലും ഇവർ ആദ്യം കുവൈറ്റിലെത്തി അവിടെ നിന്നുമാണ് ഇറാനിലേക്കുള്ള വിസിറ്റിംഗ് വിസ സംഘടിപ്പിക്കുന്നത്. ഇത്തരം കൊമേഴ്സ്യൽ വിസ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നിരവധി തവണ സബിത്തിനെ പോലുള്ളവർ അവിടെ എത്തുന്നു. നിരന്തരം ഇത്തരത്തിൽ ആൾക്കാർ പോയി വരുന്നു. അതിനൊക്കെയുള്ള എന്ത് സൗകര്യം ആര് ചെയ്തു കൊടുക്കുന്നു? ഇതിലൂടെ ഉണ്ടാവുന്ന ലാഭം ഒരുപക്ഷെ രോഗിയിൽ നിന്ന് 1 കോടിയോ 2 കോടിയോ രൂപ വാങ്ങിയാൽ കേവലം രൂപയിൽ താഴെ മാത്രം ഏജന്റുമാർക്കും മറ്റ് ഈ ഇരയാക്കപ്പെടുന്നവർക്കും നൽകുമ്പോൾ ബാക്കി തുക തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണോ ഇതിന്റെ ലാഭം പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സബിത്തും ഈ തീവ്രവാദ പ്രവർത്തനത്തിന് കൂട്ടുനിന്നതായില്ലേ, അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായി തന്നെ വിലയിരുത്തേണ്ടിയും വരും. ആ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ആതിര, ശരി, വ്യക്തമാണ്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന അവയവക്കടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആലുവ ഡിവൈഎസ്പി എ പ്രസാദിനാണ് അന്വേഷണ ചുമതല. എറണാകുളം റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിൽ 10 അംഗ സംഘം കേസ് അന്വേഷിക്കും. ഇതേപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.